2024 തിരഞ്ഞെടുക്കപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ്? ഉജ്ജയിൻ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ. നെല്ലിക്ക. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കണ്ടെയ്നർ ഫീഡർ കപ്പൽ നിർമ്മിക്കുന്നത് കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല. കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെൻറ്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി പെരിയാർ. ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോം ചക്ഷു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് പാട്ന, ബീഹാർ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ നിലവിൽ വന്നത് കൊൽക്കത്ത. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട്. 2024 മാർച്ചിൽ നാറ്റോയിൽ അംഗമായ രാജ്യമാണ് സ്വീഡൻ. അരുണാചൽ പ്രദേശിലെ 26ാമത് ജില്ലയാണ് കെയ് പാൻയോർ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് KG ജ്യോതിർഘോഷ്. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമാണ് സേലം തുരങ്കം. ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു 2. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മലയാള നടനാണ് ടൊവിനോ തോമസ്. അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബീച്ചോം. ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2024 ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കാശ്ശേരി. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ് അഗ്നി ബാൺ. ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ MTB വാക്. പോസ്കോ നിയമത്തെക്കുറിച്ച് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൻ്റെ ചെഫ് ഡി മിഷനായി നിയമിതയായത് മേരി കോം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയത് അജന്ത ശരത് കമൽ. ലില്യാപ്പ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് സാറ ജോസഫ്. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പുതുക്കിയ ദിവസവേതനമാണ് 346 രൂപ. ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനമായ ഹരിയാനയിലെ ദിവസവേതനം 374. രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ്. ഓക്കെ, താങ്ക് യു.